പെരിങ്ങാട് പുഴ വനമാക്കുന്ന വിഷയത്തെ ചൊല്ലി പാവറട്ടി പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ബഹളം. കോൺഗ്രസ് അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമരം നടത്തി. കാട്ടൂരിൽ ഓണാഘോഷത്തിനെത്തിയ വിദ്യാർത്ഥി സ്കൂളിനു സമീപത്തെ കുളത്തിൽ കാൽവഴുതി വീണു മരിച്ചു. +1 വിദ്യാർത്ഥി നിഖിലാണ് മരിച്ചത്. പീച്ചി ഡാം മാനേജ്മെന്റിന്റെ വീഴ്ച മൂലം വെള്ളപ്പൊക്കമുണ്ടായ സംഭവം. നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിനോടും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരോടും വിശദീകരണം തേടി. തൃശൂർ കുന്നംകുളം റോഡിൽ താൽക്കാലിക കുഴിയടയ്ക്കൽ നിലച്ചു. തകർന്ന റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഉത്രാടപ്പാച്ചിലിനൊരുങ്ങി നാട്. ഗുരുവായൂരിൽ കാഴ്ചക്കുല സമർപ്പണം ശനിയാഴ്ച. മനക്കൊടി പുള്ള റോഡിൽ വെള്ളം കയറി കർഷകരും യാത്രക്കാരും ദുരിതത്തിലായ സംഭവത്തിൽ പ്രശ്നപരിഹാര നടപടികളുമായി ഇറിഗേഷൻ വകുപ്പ്. നടപടി TCV വാർത്തയെ തുടർന്ന്. വാർത്തകൾ വിശദമായി. പെരിങ്ങാട് പുഴ വനമാക്കുന്ന വിഷയത്തെ ചൊല്ലി പാവറട്ടി പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ബഹളം. വനമാക്കാനുള്ള കരട് വിജ്ഞാപനം ഉടൻ പിൻവലിക്കണമെന്നും ഇക്കാര്യത്തിൽ ജനങ്ങൾക്കു വേണ്ടി സർക്കാരിനെതിരെ കോടതിയിൽ പഞ്ചായത്ത് കേസ് ഫയൽ ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് അംഗവുമായ ജെറോം ബാബു പ്രമേയം അവതരിപ്പിക്കുന്നതിനായി നൽകിയ നോട്ടീസിനെ അവതരണാനുമതി നിഷേധിച്ചു. ഇതോടെ ഭരണസമിതി യോഗത്തിൽ ബഹളമായി. പ്രതിഷേധം ശക്തമായതോടെ പഞ്ചായത്ത് പ്രസിഡന്റ് യോഗം പിരിച്ചുവിട്ടു. പഞ്ചായത്ത് ഭരണസമിതിക്ക് ജനകീയ വിഷയത്തിൽ ആത്മാർത്ഥതയില്ലെന്നും ജനങ്ങൾക്കെതിരാണെന്നും ആരോപിച്ച് UDF അംഗങ്ങളായ ജെറോം ബാബു, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജോസഫ് ബെന്നി, സുനിത രാജു, TK സുബ്രഹ്മണ്യൻ, SDPI അംഗം ഹബീബ് പൊക്കകിലത്ത് എന്നിവർ പഞ്ചായത്തിന് പുറത്ത് സമരം നടത്തി. എന്നാൽ പഞ്ചായത്തിന് സർക്കാരിനെതിരെ കേസിന് പോകാൻ നിയമം അനുവദിക്കുന്നില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന വ്യക്തമാക്കി. ജനപ്രതിനിധികളായ OJ ഷാജൻ, വിമല സേതുമാധവൻ എന്നിവർ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത കേസിൽ പഞ്ചായത്ത് ചുമതലപ്പെടുത്തിയ വക്കീൽ പരാതിക്കാർക്ക് അനുകൂലമായ തരത്തിൽ റിപ്പോർട്ട് നൽകിയതായും ഇതാണ് പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി. കാട്ടൂരിൽ ഓണാഘോഷത്തിനെത്തിയ വിദ്യാർത്ഥി കാൽവഴുതി കുളത്തിൽ വീണ് മരിച്ചു. കാട്ടൂർ പോംപെ സെന്റ് മേരീസ് സ്കൂളിലെ +1 പഠിക്കുന്ന കയ്പമംഗലം ഗ്രാമലക്ഷ്മി സ്വദേശി കിളിക്കോട്ട് സിദ്ധാർത്ഥന്റെ മകൻ 16 വയസ്സുള്ള നിഖിലാണ് മരിച്ചത്. സ്കൂളിലെ ഓണാഘോഷത്തിനെത്തിയ നിഖിൽ സഹപാഠികളോടൊപ്പം സ്കൂളിന് സമീപത്തെ കുളത്തിലേക്ക് കുളിക്കാൻ പോയതായിരുന്നു. നീന്തലറിയാത്ത നിഖിൽ കരയ്ക്ക് ഇരിക്കുകയായിരുന്നു. കാൽവഴുതി നിഖിൽ കുളത്തിലേക്ക് വീഴുകയായിരുന്നു. മറ്റു വിദ്യാർത്ഥികൾ രക്ഷപ്പെടുത്തുവാൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല. വലിയ വലിപ്പവും ആഴവുമുള്ളതാണ് കുളം. ഉടൻ തന്നെ ഇരിഞ്ഞാലക്കുട ഫയർഫോഴ്സിൽ വിവരമറിയിക്കുകയും ഫയർഫോഴ്സ് എത്തി ഏറെ നേരം തെരച്ചിൽ നടത്തിയതിനു ശേഷമാണ് മൃതദേഹം കണ്ടെത്തിയത്. പീച്ചി ഡാം മാനേജ്മെന്റിന്റെ ഗുരുതര വീഴ്ച മൂലം വെള്ളപ്പൊക്കമുണ്ടായതിനെ തുടർന്ന് നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിനോടും ഇറിഗേഷൻ ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥരോടും വിശദീകരണം തേടി. മാനേജ്മെന്റ് കൈകാര്യം ചെയ്തതിലെ ഗുരുതരമായ വീഴ്ച മൂലമുണ്ടായ പ്രളയത്തിൽ ആയിരക്കണക്കിന് വീടുകളിൽ വെള്ളം കയറി നാശനഷ്ടമുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടി KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കണ്ടത്ത് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി സർക്കാരിനോടും വാട്ടർ അതോറിറ്റി ചീഫ് എഞ്ചിനീയർ, ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, കളക്ടറോടും വിശദീകരണം തേടിയത്. റൂൾ കർവ് പാലിക്കാതെയും കളക്ടർക്ക് കൃത്യമായ അറിയിപ്പ് നൽകാതെയും പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ 72 ഇഞ്ച് തുറന്നതിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കളക്ടറോട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ടെന്ന് ഷാജി ജെ കോടങ്കണ്ടത്ത് പറഞ്ഞു. തൃശൂർ കുന്നംകുളം റോഡിൽ താൽക്കാലിക കുഴിയടയ്ക്കൽ നിലച്ചു. തകർന്ന റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. കളക്ടർ ഇടപെട്ട് റോഡ് അറ്റകുറ്റപ്പണിക്ക് തുക അനുവദിച്ചെങ്കിലും ഏതാനും ഭാഗങ്ങൾ മാത്രം കുഴിയടച്ച് പ്രവർത്തനങ്ങൾ നിർത്തി. കേച്ചേരി മുതൽ മുണ്ടൂർ വരെ റോഡ് സഞ്ചാരയോഗ്യമല്ലാതായി. ഇതിനിടയിൽ ബസ്സുകളുടെ മരണപ്പാച്ചിൽ കൂടിയാകുമ്പോൾ അപകടങ്ങൾക്കിടയാവുകയാണ്. തിരുവോണാഘോഷത്തിനൊരുങ്ങി ഗുരുവായൂർ ക്ഷേത്രം. ശനിയാഴ്ച മുതൽ ദർശന സമയം 1 മണിക്കൂർ കൂട്ടി. ഉത്രാട കാഴ്ചക്കുല സമർപ്പണത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. സാധാരണ ദിവസങ്ങളിൽ വൈകിട്ട് 4:30 തുറക്കാറുള്ള ക്ഷേത്രനട 3:30 തുറക്കും. അവിട്ടം, ചതയം നാളുകളിലും ശ്രീനാരായണ ഗുരു സമാധി ദിനമായ 21-നും ഞായറാഴ്ചയായതിനാൽ 22-നും ക്ഷേത്രനട 1 മണിക്കൂർ നേരത്തെ തുറക്കും. ഈ ദിവസങ്ങളിൽ രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 വരെ VIP ദർശനം ഉണ്ടാകില്ല. ശനിയാഴ്ച രാവിലെ ശീവേലിക്ക് ശേഷമാണ് കാഴ്ചക്കുല സമർപ്പണം.
സ്വർണ്ണ കൊടിമരച്ചുവട്ടിൽ മേൽശാന്തി ആദ്യ കാഴ്ചക്കുല സമർപ്പിക്കും. നൂറുകണക്കിന് നേന്ത്രക്കുലകളാണ് ഭക്തർ ഭഗവാന് സമർപ്പിക്കുക. തിരുമുൽ കാഴ്ചയായി ലഭിക്കുന്ന നേന്ത്രക്കുലകളിൽ ഒരു ഭാഗം ദേവസ്വത്തിലെ ആനകൾക്ക് നൽകും. തിരുവോണം സദ്യയ്ക്ക് പഴപ്രഥമൻ ഉണ്ടാക്കുന്നതിന് ഈ പഴം ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വരുന്നവ ഭക്തർക്ക് ലേലം ചെയ്യും. തിരുവോണനാളിൽ പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ വിശേഷാൽ കാഴ്ചശീവേലിയും മേളവും ഉണ്ടാകും. ഞായറാഴ്ച പുലർച്ചെ 4:30-ക്കാണ് ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പണം. മനക്കോടി പുള്ള റോഡിൽ വെള്ളം കയറി കർഷകരും യാത്രക്കാരും ദുരിതത്തിലായി എന്ന TCV വാർത്തയെ തുടർന്ന് പ്രശ്നപരിഹാര നടപടികളുമായി ഇറിഗേഷൻ വകുപ്പ് അധികൃതർ. അരിമ്പൂർ പഞ്ചായത്തിലെ രജമുട്ട് കോൾപ്പടവ് മുതൽ കാഞ്ഞാണി പെരുമ്പുഴ പാലം വരെയുള്ള KLDC കനാലിലെ ചണ്ടിയും കുളവാഴയും നീക്കുന്ന പ്രവൃത്തികൾ തുടങ്ങി. ഇറിഗേഷൻ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച ഉച്ചയോടെ തന്നെ പ്രവൃത്തികൾ ഊർജിതമായതോടെ ഒഴുക്ക് നിലച്ചിരുന്ന കനാലിലെ വെള്ളം ഒഴുകാൻ തുടങ്ങി. ഒന്നാം മേഖലയിൽപ്പെട്ട പാടശേഖരങ്ങളിൽ നിന്ന് കൃഷിപ്പണിക്കായി പമ്പ് ചെയ്ത് വറ്റിക്കുന്ന വെള്ളം മെയിൻ ചാലിൽ നിറഞ്ഞ് മനക്കുടി വാരിയം പടവിലേക്ക് ഒഴുകി പുള്ള റോഡ് വെള്ളത്തിൽ മുങ്ങിയത് യാത്രക്കാർക്കും കർഷകർക്കും ദുരിതമായതായി TCV കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഗുരുവായൂർ തിരുവങ്കിടത്ത് 2 സ്ത്രീകളുടെ മാല കവർന്നു. ക്ഷേത്ര ദർശനത്തിനെത്തിയ കൊല്ലം ഓച്ചിറ ചക്കനാൽ വില്ലേജിൽ ചൈതന്യ വീട്ടിൽ രത്നമ്മയുടെ 3.5 പവന്റെ മാലയും തിരുവങ്കിടം ഫ്രണ്ട്സ് റോഡിൽ കൈപ്പട ഉഷയുടെ 2 പവൻ മാലയുടെ ഒരു ഭാഗവുമാണ് കവർന്നത്. വെള്ളിയാഴ്ച പുലർച്ചെ 5-നും 5:30-ക്കും ഇടയിലാണ് 2 മോഷണങ്ങളും നടന്നത്. വീട്ടിലെ അടുക്കളയിൽ ജോലി ചെയ്യുന്നതിനിടെ അടുക്കളയിലേക്ക് കയറി വന്നാണ് ഉഷയുടെ മാല പൊട്ടിച്ചത്. പിൻവശത്തുകൂടിയെത്തിയ മോഷ്ടാവ് ഉഷയുടെ വായ പൊത്തിപ്പിടിച്ച് മാല പൊട്ടിക്കുകയായിരുന്നു. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിനായി തീവണ്ടി കയറുവാനെത്തുമ്പോഴാണ് രത്നമ്മയുടെ മാല കവർന്നത്. എതിർവശത്തുകൂടി നടന്നുവന്ന ആൾ പെട്ടെന്ന് രത്നമ്മയുടെ 3.5 പവന്റെ മാല പൊട്ടിച്ച് ഓടുകയായിരുന്നു. ടെമ്പിൾ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കയ്പമംഗലം വഴിയമ്പലം ദേശീയപാതയിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. കോഴിക്കോട് ഭാഗത്തേക്ക് പോയിരുന്ന ചരക്ക് ലോറിയിൽ കാറും മറ്റൊരു ജീപ്പും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ കാർ ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാജവാഴ്ചയുടെ സ്മരണകൾ ഉണർത്തി എടത്തിരുത്തിയിൽ പതിറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള ഉത്രാടക്കിഴി സമർപ്പിക്കൽ ചടങ്ങ് നടന്നു. ചാഴൂർ കോവിലകം സരസ്വതി തമ്പുരാട്ടി, വടക്കേമഠം മനോരമ തമ്പുരാട്ടി എന്നിവർക്കാണ് ഡെപ്യൂട്ടി തഹസീൽദാർമാരായ MX ഫിലോമിന, AS സുനിത, വില്ലേജ് ഓഫീസർ PA റജീബ് തുടങ്ങിയവർ നേരിട്ടെത്തി ഉത്രാടക്കിഴി സമർപ്പിച്ചത്. കൊച്ചി രാജകുടുംബത്തിലെ സ്ത്രീകൾക്ക് ഓണക്കാലത്ത് പുതുവസ്ത്രം വാങ്ങുന്നതിനായി ഉത്രാടക്കിഴി നൽകുന്ന പതിവുണ്ട്. സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന സർക്കാർ തുടങ്ങിവെച്ചതാണ് ഉത്രാടക്കിഴി ആചാരം. രാജഭരണം അവസാനിക്കുമ്പോഴുണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ട്രഷറിയിൽ നിക്ഷേപിച്ച തുകയുടെ പലിശയാണ് ഉത്രാടക്കിഴിയായി കോവിലകത്തെ അവകാശികൾക്ക് നൽകി വരുന്നത്. നാട്ടുകാരുടെ ആവശ്യത്തിന് മുന്നിൽ വഴങ്ങാതെ ദേശീയപാത പ്രോജക്ട് ഡയറക്ടർ കൊടുങ്ങല്ലൂർ DYSP ഓഫീസ് ജംഗ്ഷനിൽ ക്രോസിംഗ് അനുവദിക്കണമെന്ന ആവശ്യം പരിഹാരമില്ലാതെ നീളുകയാണ്. ബെന്നി ബെഹനാൻ MP കൊടുങ്ങല്ലൂർ റെസ്റ്റ് ഹൌസിൽ വിളിച്ചു ചേർത്ത യോഗത്തിലും പ്രശ്നപരിഹാരമായില്ല. DYSP ഓഫീസ് ജംഗ്ഷനിൽ എലിവേറ്റഡ് ഹൈവേയോ അടിപ്പാതയോ വേണമെന്നാണ് നാട്ടുകാർ രൂപീകരിച്ച കർമ്മസമിതിയുടെ ആവശ്യം. ഈ ആവശ്യമുന്നയിച്ച് 300 ദിവസമായി കർമ്മസമിതി സമരത്തിലാണ്. എന്നാൽ MP വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്ത ദേശീയപാത പ്രോജക്ട് ഡയറക്ടർ അനൂഷ് ശർമ്മ നാട്ടുകാരുടെ ആവശ്യം പരിഗണിക്കാനാകില്ല എന്ന നിലപാട് തുടരുകയായിരുന്നു. നടപ്പാത അനുവദിക്കാം എന്നായിരുന്നു പ്രോജക്ട് ഡയറക്ടർ യോഗത്തിൽ അറിയിച്ചത്. MP ഉൾപ്പെടെയുള്ളവർ ശക്തമായി ആവശ്യപ്പെട്ടിട്ടും പ്രോജക്ട് ഡയറക്ടർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. നാട്ടുകാരുടെ ആവശ്യം അധികൃതരുമായി ചർച്ച ചെയ്തിട്ടുണ്ടെന്നും പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും യോഗത്തിന് ശേഷം MP പറഞ്ഞു. തൊയ്ക്കാവ് കാളിമാക്കൽ കടവിൽ നാലോണ നാളിൽ തീരം ജലോത്സവം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പാവറട്ടിയിൽ അറിയിച്ചു. തീരം ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ചിട്ടുള്ള തീരം ജലോത്സവത്തിൽ B ഗ്രേഡ് വള്ളങ്ങളാണ് വാശിയോടെ മാറ്റുരയ്ക്കുക. 18-ാം തീയതി ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30-ന് ആരംഭിക്കുന്ന ജലോത്സവം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്യും. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷനാകും. സംഘാടക സമിതി ഭാരവാഹികളായ മണികണ്ഠൻ മഞ്ചറമ്പത്ത്, അയ്യപ്പൻ മഞ്ചറമ്പത്ത്, സുരേഷ് കൊല്ലങ്കി, രജീഷ് മഞ്ചറമ്പത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എടക്കഴിയൂർ 4-കല്ല് പടിഞ്ഞാറ് പഞ്ചായത്ത് ഗ്രൗണ്ടിനു സമീപം യുവാവിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. 38 വയസ്സുള്ള മനാഫാണ് മരിച്ചത്. കോട്ടപ്പുറം ലാസിയോ ആംബുലൻസ് പ്രവർത്തകർ മൃതദേഹം ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി.
കർഷക കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒല്ലൂർ സെന്ററിൽ സായാഹ്ന ധർണ നടത്തി. നെല്ല് സംഭരിച്ചതിന്റെ പണം നൽകുക, നെല്ലിന് താങ്ങുവില 35 രൂപയായി വർദ്ധിപ്പിക്കുക, കൃഷി നശിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത്. ഒല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് PN വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി ജെയ്ജു സെബാസ്റ്റ്യൻ, DCC ഒല്ലൂർ നിയോജക മണ്ഡലം ചെയർമാൻ ജോണി ചെറിയത്ത്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് റിൻസൻ വർഗീസ്, KN വിജയകുമാർ, മണ്ഡലം പ്രസിഡന്റ് ഡേവിസ് ചക്കാലയ്ക്കൽ, കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മിനി വിനോദ് എന്നിവർ സംസാരിച്ചു. ചേറ്റുവയിൽ പണി പൂർത്തീകരിച്ച 12 പേര് തുഴയുന്ന C ഗ്രേഡ് ചുരുളൻ ഓടിവള്ളം ചേറ്റുവ പുഴയിൽ നീരണിഞ്ഞു. പറവൂർ കടാമംഗലം സ്വദേശി പ്രജി കടാമംഗലം, എടവനക്കാട് സ്വദേശി സിനു എന്നിവർ ചേർന്ന് 30 ദിവസം എടുത്താണ് ചുരുളൻ ഓടിവള്ളം പണി കഴിപ്പിച്ചത്. 70 ക്യൂബിക് ആഞ്ഞിലി മരത്തിലാണ് 50 അടിയോളം നീളം വരുന്ന ചുരുളൻ ഓടിവള്ളം പണി തീർത്തത്. ആകെ 2,50,000 രൂപ ചെലവ് വന്നതായി തൃശൂർ ജില്ലാ ബോട്ട് റൈസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളും രക്ഷാധികാരിയും ചുരുളൻ വെള്ളം പണി തീർത്ത് ഇറക്കുന്നതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയുമായ ചേറ്റുവ സ്വദേശി പഞ്ച പ്രഭാകരൻ പറഞ്ഞു. പൊന്നാനി കടവനാട് ആരോഹ റോവേഴ്സ് ക്ലബ്ബാണ് ചുരുളൻ വള്ളം പണി കഴിപ്പിച്ചത്. ക്ലബ്ബ് പ്രസിഡന്റ് ഷാഹിം റോഷൻ, സെക്രട്ടറി അഖിൽ എന്നിവർ ചേർന്ന് ചുരുളൻ ഓടിവള്ളം ചേറ്റുവ പുഴയിൽ ഇറക്കുന്നതിന് നേതൃത്വം നൽകി. ചടങ്ങുകൾക്ക് ശേഷം ചുരുളൻ വള്ളം പൊന്നാനി കടവനാട്ടേക്ക് കൊണ്ടുപോയി. മറ്റു കരാറുകാരും 2.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ വള്ളം ഇന്ന് ചേറ്റുവയിൽ. 2 പേരും 1 മാസത്തോളം പണിയെടുത്തിട്ടാണ് ഇന്ന് ഈ വള്ളം. ദൂരപരിധിയും SHO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ കുറവും മൂലം പ്രവർത്തനം അവതാളത്തിലായ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ പ്രതിസന്ധി രൂക്ഷമാക്കി SIയെ സ്ഥലം മാറ്റിയത് വിവാദമായി. 2 മാസത്തോളമായി SHO ഇല്ലാത്ത സ്റ്റേഷനിൽ പകുതിയോളം ഉദ്യോഗസ്ഥരുമായാണ് 5 പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന വലിയ പ്രദേശത്തെ ക്രമസമാധാനം കൈകാര്യം ചെയ്യുന്നത്. ലഹരി ഗുണ്ടാ സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുത്ത മുൻ SHOയെയും നിലവിലെ SIയെയും ഭരണകക്ഷി നേതാക്കളുടെ സമ്മർദ്ദത്തെ തുടർന്ന് സ്ഥലം മാറ്റിയതായാണ് ആരോപണം. ഒരു പ്രാദേശിക ക്ലബിന്റെ ഓണാഘോഷത്തിൽ ശിങ്കാരിമേളത്തിന് അനുമതി നൽകിയില്ലെന്ന് പറഞ്ഞാണ് SIയെ ഉന്നത തലത്തിൽ ഇടപെട്ട് സ്ഥലം മാറ്റിയതെന്നാണ് ആരോപണം. അനവസരത്തിലുള്ള സ്ഥലമാറ്റത്തിൽ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത്. ചാർജ് എടുത്ത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രശ്നബാധിത മേഖലകളിൽ കാര്യക്ഷമമായി ഇടപെട്ട് വലിയ മാറ്റം കൊണ്ടുവരാൻ നിലവിലെ SIക്ക് കഴിഞ്ഞിരുന്നു. തങ്ങൾക്ക് അനഭിമതരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്ത് പോലീസിന്റെ ആത്മവീര്യം കെടുത്തുന്ന രാഷ്ട്രീയക്കാരുടെ ഇടപെടലിനെതിരെ അമർഷം രൂക്ഷമായി കഴിഞ്ഞു. അതേസമയം അന്തിക്കാട് പോലീസ് സ്റ്റേഷനെ വിഭജിച്ച് പെരിങ്ങോട്ടുകരയിൽ പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിന് ബജറ്റിൽ തുക വകയിരുത്തി ഭരണാനുമതി കിട്ടിയിട്ടും വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മ മൂലം പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കൽ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. TCV ന്യൂസ്, തൃശൂർ. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ ബലിക്കല്ലുകൾ പിച്ചള പൊതിഞ്ഞ് സമർപ്പിച്ചു. തൃശൂർ സ്വദേശി KK നായർ എന്ന ഭക്തനാണ് വഴിപാടായി ബലിക്കല്ല് പിച്ചള പൊതിഞ്ഞത്. ക്ഷേത്രനടയിൽ നടന്ന ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർമാരായ MB മുരളീധരൻ, പ്രേംരാജ് ചുണ്ടലാത്ത്, ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, അസിസ്റ്റന്റ് കമ്മീഷണർ KK കല, ദേവസ്വം ഓഫീസർ PB ബിജു എന്നിവർ സന്നിഹിതരായി. അന്തിക്കാട് പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓണാഘോഷം MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഓണം അലവൻസും ഉപഹാര സമർപ്പണവും MLA നിർവഹിച്ചു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് PM ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സജീവൻ കാരമുക്ക്, ട്രഷറർ VS സുനിൽകുമാർ, AJ വിൻസെന്റ്, KS ശശിധരൻ, സുബ്രൻ അന്തിക്കാട്, ജോസ് വാവേലി, വിജോ ജോർജ്, ഷൈജു കല്ലാറ്റ്, മണികണ്ഠൻ കുറുപ്പത്ത്, സായൂജ് തൃപ്രയാർ, സജീഷ്, ഷാജു എന്നിവർ സംസാരിച്ചു. ആദരണീയത്തിന്റെ ആഭിമുഖ്യത്തിൽ നെടുപുഴ കസ്തൂർബ വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്ക് മുൻ നിയമസഭാ സ്പീക്കർ തേർമൽ രാമകൃഷ്ണൻ ഓണക്കോടി വിതരണം ചെയ്തു. മുൻ മേയർ IP പോൾ, അഡ്വക്കേറ്റ് S അജി, KP രാധാകൃഷ്ണൻ, ഫ്രാൻസിസ് ചാലിശ്ശേരി, K ഗോപാലകൃഷ്ണൻ, CC ഡേവിസ്, K പ്രവീൺലാൽ, KM സിദ്ധാർത്ഥൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ വരുന്ന ഭിഷഗ്വരന്മാർക്ക് ഭജനമിരിക്കുന്നതിനായി നിർമ്മിക്കുന്ന ഭജന മണ്ഡപത്തിന് കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് കുറ്റിയടിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർമാരായ MB മുരളീധരൻ, പ്രേംരാജ് ചുണ്ടലാത്ത്, ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, അസിസ്റ്റന്റ് കമ്മീഷണർ KK കല, ദേവസ്വം ഓഫീസർ PB ബിജു, മെഡിക്കൽ ഓഫീസർ അരുൺ കൈമൾ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഓണമെടുത്തതോടെ നേന്ത്രക്കായയ്ക്ക് വില ഉയർന്നത് കർഷകർക്ക് ആശ്വാസമായി.
കല്ലൂർ ആലേങ്ങാട് സ്വാശ്രയ കർഷക സമിതിയിലേക്ക് എത്തിക്കുന്ന നേന്ത്രക്കായയുടെ വില കഴിഞ്ഞ ദിവസം കിലോയ്ക്ക് 65 രൂപ വരെയായി വർദ്ധിച്ചതാണ് കർഷകർക്ക് ആശ്വാസമായത്. ഇത് കർഷകർക്ക് നൽകുന്ന ആശ്വാസം വലുതാണെന്ന് കർഷക സമിതി പ്രസിഡന്റ് MK ജനാർദ്ദനൻ പറഞ്ഞു. മുമ്പ് 40-45 രൂപ വിലയുണ്ടായിരുന്ന കായ ഇപ്പോൾ ലേശം വില കൂടിയിട്ടുണ്ട്. അതിലെ എല്ലാ കർഷകരും സന്തോഷകരമാണ്. സാമ്പത്തിക പ്രതിസന്ധി മൂലം കൃഷി ഉപേക്ഷിക്കാൻ തുനിഞ്ഞ കർഷകർക്ക് കൃഷിയിലേക്ക് മടങ്ങാൻ പുത്തൻ പ്രതീക്ഷ നൽകുകയാണ് നേന്ത്രക്കായയുടെ വിലക്കയറ്റമെന്നും ആലങ്ങാട് സ്വാശ്രയ കർഷക സമിതി അസിസ്റ്റന്റ് മാനേജർ ആൻ കുഞ്ഞുമോൻ പറഞ്ഞു. വരും ദിവസങ്ങളിൽ റേറ്റ് ഇനിയും കൂടുകയാണെങ്കിൽ കർഷകർക്ക് കുറേ നഷ്ടങ്ങൾ ഇതിനിടയിൽ സംഭവിച്ചിട്ടുണ്ട്. അറിയാം, വലിയൊരു മഴയാണ് ഇവർക്ക് കിട്ടിയത്. ആ മഴയിൽ കുറേ അധികം കൃഷി നശിച്ചു പോയിരുന്നു. അപ്പോൾ അങ്ങനെ ഇങ്ങനെയെങ്കിലും ഇവർക്ക് റേറ്റ് കിട്ടുകയാണെങ്കിൽ ഇവർക്ക് ഒന്ന് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇവർ വളരെയധികം വിഷമത്തിലും ഇനി കൃഷി അങ്ങോട്ട് നിർത്താൻ ഉള്ളൊരു തീരുമാനത്തിലുമൊക്കെ ആയിരുന്നു കർഷകരെത്തിയിരുന്നത്. കാവല്ലൂർ, കള്ളായി, ഭരത, വെള്ളാനിക്കോട്, തൃക്കൂർ, പുളിഞ്ചോട്, പീച്ചാമ്പിള്ളി എന്നിവിടങ്ങളിലെ 250ഓളം കർഷകരാണ് സമിതിയിൽ ഉള്ളത്. ഓണക്കാലത്ത് ആലേങ്ങാട് സ്വാശ്രയ കർഷക സമിതിയിൽ പ്രതിദിനം ശരാശരി 5 ടണ്ണിന്റെ വിൽപ്പന നടത്തുന്നുണ്ട്. വർഗീയ ശക്തികൾക്ക് കേരളത്തിൽ വളരാൻ അവസരമൊരുക്കിയത് മുഖ്യമന്ത്രിയാണെന്ന് വിചാർ വിഭാഗ് ജില്ലാ ചെയർമാൻ ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി അഭിപ്രായപ്പെട്ടു. കോൺഗ്രസ് പാവറട്ടി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തർ RSS നേതാക്കളുമായി നിരന്തരം ചർച്ച നടത്തുകയും തന്റെ കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വർഗീയ ശക്തികൾക്ക് കേരളത്തിൽ വളരാൻ അവസരമൊരുക്കുകയും ചെയ്തതായുള്ള പരാതിയിൽ നിഷ്പക്ഷ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കോൺഗ്രസ് പാവറട്ടി മണ്ഡലം പ്രസിഡന്റ് ആൻഡോ ലിജോ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ AK ജോയ്, P രാമചന്ദ്രൻ, NR രജീഷ്, ഉണ്ണി പാവറട്ടി, AL ആന്റണി, ജിൽസ് പാവറട്ടി, ബെർട്ടിൻ ചെറുവത്തൂർ, മജീദ് പടുവിങ്കൽ, CK ഫ്രാൻസിസ്, PK സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ നഗരസഭയിൽ പൂക്കള മത്സരം സംഘടിപ്പിച്ചു. കൗൺസിലർമാരും സാക്ഷരതാ അംഗങ്ങളും സംയുക്തമായി തീർത്ത പൂക്കളം 1ാം സമ്മാനം നേടുകയും ചെയ്തു. അങ്കണവാടി ജീവനക്കാർ 2ാം സ്ഥാനവും കണ്ടിജന്റ് ജീവനക്കാർ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ടൗൺഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AM ഷഫീർ, AS മനോജ്, ശൈലജ സുധൻ, സെക്രട്ടറി H അഭിലാഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിന്റെയും കുടുംബശ്രീയുടെയും ഓണാഘോഷ പരിപാടിക്ക് തുടക്കമായി. ജനപ്രതിനിധികളും കുടുംബശ്രീ അംഗങ്ങളും അണിനിരന്ന ഘോഷയാത്ര നടന്നു. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ്, സ്ഥിരം സമിതി അധ്യക്ഷ ഷീജ സുരേഷ്, മെമ്പർ MK ജോസ്, MC ഐജു, കുടുംബശ്രീ ചെയർപേഴ്സൺ നകുല പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് ദുരന്തബാധിതരെ സഹായിക്കാൻ യൂത്ത് കോൺഗ്രസ് വാടാനപ്പള്ളി മണ്ഡലം കമ്മിറ്റി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണലൂർ ബ്ലോക്ക് പ്രസിഡന്റ് മഹേഷ് കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് MA മുസ്തഫ, മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സുഗന്ധിനി ഗിരീഷ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഐശ്വര്യ നിഖിൽ, CM രഘുനാഥ്, MM നൂറുദ്ദീൻ, രഘുനന്ദൻ, AM മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ നഗരസഭയിലെ 43 വാർഡുകൾ 46 വർദ്ധിപ്പിച്ചു. ഇതോടെ അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ നഗരസഭയിൽ 3 ജനപ്രതിനിധികളെ അധികമായി ലഭിക്കും. കൂടുതൽ പ്രാദേശിക ഭരണ പങ്കാളിത്തത്തിന് കളമൊരുക്കുന്നതിനാണ് വാർഡ് വിഭജനം നടത്തുന്നത്. വനിതാ സംവരണ വാർഡുകൾ 22-ൽ നിന്ന് 23-ആയും പട്ടികജാതി സംവരണം 2 വാർഡുകളായും ഉയർന്നു. ഇതിൽ 1 സ്ത്രീ സംവരണമാണ്. നഗരസഭകളിലെ ജനസംഖ്യ വർദ്ധിച്ചതോടെ ജനസംഖ്യയും നേരിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളുടെ സ്ഥാനവും തമ്മിലുള്ള അനുപാതവും വർദ്ധിച്ച സാഹചര്യത്തിലാണ് അനുപാതം കുറയ്ക്കുന്നതിനായി വാർഡുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള കേരള ഗസറ്റ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഗുരുവായൂരിലെ ഏതെല്ലാം മേഖലകളിലാണ് പുതിയ വാർഡുകൾ രൂപീകരിക്കുക എന്നത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന വാർഡ് വിഭജനത്തോടെ തീരുമാനമാകും. വെണ്ടൂർ സെന്റ് മേരീസ് UP സ്കൂളിലെ ഓണാഘോഷം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും ചേർന്ന് സമാഹരിച്ച 20,000 രൂപയുടെ ചെക്ക് സ്കൂൾ അധികൃതർ MLAക്ക് കൈമാറി. PTA പ്രസിഡന്റ് സനൽ മഞ്ഞളി അധ്യക്ഷത വഹിച്ചു.
നാളെയോ ഉത്രാടം. ഇന്നേതാ ദിനം? ഇന്നേതാ? മുണ്ടത്തിക്കോട് NSS വെങ്കിട്ടറാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീം ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. പ്രഭ പദ്ധതിയുടെ ഭാഗമായി തൃശൂർ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ലയൺസ് ക്ലബ്ബ് സ്കൂളിന് നൽകിയ വീൽ ചെയർ എങ്കക്കാട് ലക്ഷംവീട് നഗറിൽ മേപ്പറമ്പിൽ സഫിയയ്ക്ക് നൽകി. ലയൺസ് ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ അജിത് അമ്പാടി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് K. ചന്ദ്രദാസ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ GP ശ്രേയസ് തുടങ്ങിയവർ പങ്കെടുത്തു. കോർപ്പറേഷൻ പുതൂർക്കര 55ാം ഡിവിഷന്റെ ഓണാഘോഷം മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൗൺസിലർ മേഫി ഡെൽസൺ അധ്യക്ഷത വഹിച്ചു. സുബ്രഹ്മണ്യ ക്ഷേത്രം മേൽശാന്തി സുനിൽ കോൽപ്പുറം, പാറയിൽ രാധാകൃഷ്ണൻ, രാമചന്ദ്രൻ കോലോത്ത്, KK സാബു തരകൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓണത്തോടനുബന്ധിച്ച് തൃശൂർ അമല നഗറിലെ സ്നേഹസ്പർശം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഗ്രാന്റ് വിതരണം രാമഞ്ചര ക്ഷേത്രം ഹാളിൽ നടന്നു. അമല മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജെയ്സൺ മുണ്ടൻമാണി ഉദ്ഘാടനവും ചികിത്സാ സഹായ വിതരണവും നിർവഹിച്ചു. സ്നേഹസ്പർശം പ്രസിഡന്റ് ലതിക അധ്യക്ഷത വഹിച്ചു. സൊസൈറ്റി സെക്രട്ടറി ഓമന, ട്രഷറർ സുമ എന്നിവർ സംസാരിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6825 രൂപ, പവന് 54,600 രൂപ, വെള്ളി ഗ്രാമിന് 93 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3193 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പെരിങ്ങാട് പുഴ വനമാക്കുന്ന വിഷയത്തെ ചൊല്ലി പാവറട്ടി പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ബഹളം. കോൺഗ്രസ് അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമരം നടത്തി. കാട്ടൂരിൽ ഓണാഘോഷത്തിനെത്തിയ വിദ്യാർത്ഥി സ്കൂളിന് സമീപത്തെ കുളത്തിൽ കാലുവഴുതി വീണ് മരിച്ചു. +1 വിദ്യാർത്ഥി നിഖിലാണ് മരിച്ചത്. പീച്ചി ഡാം മാനേജ്മെന്റിന്റെ വീഴ്ച മൂലം വെള്ളപ്പൊക്കമുണ്ടായ സംഭവം നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിനോടും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരോടും വിശദീകരണം തേടി. തൃശൂർ കുന്നംകുളം റോഡിൽ താൽക്കാലിക കുഴിയടയ്ക്കൽ നിലച്ചു. തകർന്ന റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഉത്രാടപ്പാച്ചിലിനൊരുങ്ങി നാട്. ഗുരുവായൂരിൽ കാഴ്ചക്കുല സമർപ്പണം ശനിയാഴ്ച. മനക്കൊടി പുള്ള റോഡിൽ വെള്ളം കയറി കർഷകരും യാത്രക്കാരും ദുരിതത്തിലായ സംഭവത്തിൽ പ്രശ്നപരിഹാര നടപടികളുമായി ഇറിഗേഷൻ വകുപ്പ്. നടപടി TCV വാർത്തയെ തുടർന്ന്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.